ലേഖന വിവാദവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ ഇനിയെല്ലാം എന്ന നിലപാടിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. CPIഎമ്മിനെ നരഭോജി എന്ന് ഉപമിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച നടപടി തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടവരുത്തും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലേഖന വിഷയത്തിൽ KPCC അധ്യക്ഷൻ സംസാരിച്ചതിന് ശേഷം വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഡോക്ടർ ശശി തരൂരിന്റെ രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായവും നേതാക്കൾക്കുണ്ട്. പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് അപ്രതീക്ഷിതമായി കിട്ടിയ അടിയായിരുന്നു വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനം. ആ പൊല്ലാപ്പ് പരിഹരിക്കാൻ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഡോക്ടർ ശശി തരൂരിന്റെ അടുത്ത സ്ട്രൈക്ക്. CPIഎമ്മിനെ നരഭോജിയെ വിശേഷിപ്പിക്കുന്ന KPCC തയ്യാറാക്കിയ പോസ്റ്റർ ഷെയർ ചെയ്ത ശേഷം തരൂർ പിൻവലിച്ചത് ആദ്യ നേതാക്കളെ അമ്പരിപ്പിച്ചു. ലേഖന വിഷയത്തിൽ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു തരൂരിന്റെ അപ്രതീക്ഷിത നീക്കം. ഇതോടെ തരൂർ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന വിലയിരുത്തലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ മാറി. അതിനാൽ ഇനി ശശി തരൂരുമായി സമവായ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഹൈക്കമാൻഡ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഇവരുടെ വാദം. പ്രവർത്തകരുടെ വികാരത്തെ പോലും മാനിക്കാത്ത രീതി തരൂർ സ്വീകരിച്ചുവെന്ന പരാതിയും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. CPIഎമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനൊപ്പം സ്വന്തം പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗത്തിനും മറുപടി നൽകേണ്ടി വരുന്നത് നേതൃത്വത്തെ വെട്ടിലാക്കുന്നുണ്ട്. തരൂരിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായാലും തൽക്കാലം നേതൃത്വം മൗനം പാലിച്ചേക്കും. തരൂരിന്റെ ഓഫീസിന് മുന്നിൽ KC പ്രവർത്തകർ പോസ്റ്റർ പതിച്ചതും ചില നേതാക്കളുടെ അറിവോടെയെന്നാണ് സൂചന. ലേഖന വിവാദം ആയുധമാക്കിയതുപോലെ നരഭോജി പരാമർശം പിൻവലിച്ച തരൂരിന്റെ നടപടിയും CPIഎം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുമെന്നും നേതാക്കൾക്ക് ആശങ്കയുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് കോൺഗ്രസിൽ അത് എത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണം സൂചിപ്പിച്ചതാണ്. ഇന്നലെ KPCC അധ്യക്ഷൻ കൂടി ആകെ ഉണ്ടായ ഒരു കച്ചിത്തുരുമ്പ് K സുധാകരനായിരുന്നു. ശശി തരൂരിന്റെ പേരെടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് മുമ്പൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നലെ ഒന്ന് വടിയെടുത്തു. ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല, ഇന്നലെ ഈ കൃപേഷ് ശരത്ലാലിന്റെ ഓർമ്മദിനമാണ്. അന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു തരൂരും. പക്ഷെ പിന്നീട് ആ പോസ്റ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. CPIഎമ്മിനെ നരഭോജി എന്ന് വിളിച്ച് അതൊന്ന് മാറ്റുന്നു. അപ്പൊ അതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വിവാദം ഇങ്ങനെ ചൂടുപിടിക്കുകയാണ്. തീർച്ചയായിട്ടും സംസ്ഥാന കോൺഗ്രസിൽ ഇത് വലിയ കോളിളക്കം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഏത് രീതിയിലാകും ഇനി ഇന്നൊക്കെ ഞാൻ പറയായിരുന്നു. ഇന്നലെ ഓരോ കാര്യത്തിലും കൃത്യമായിട്ട് നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ വ്യക്തമായ അഭിപ്രായം പറയും ഡോക്ടർ ശശി തരൂർ. അപ്പൊ ഇന്നലെ ഈ പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം ആ പ്രയോഗം പിൻവലിക്കുന്നു. അപ്പൊ അതിൽ ഇതൊരു ചോദ്യം ഉണ്ടായാൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും ഒരു മറുവശമുണ്ട്. എന്തിനാണ് തരൂർ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ. അപ്പോ ഈ ഹൈക്കമാൻഡിനോട് ചില കാര്യങ്ങൾ തരൂരിനും സൂചിപ്പിക്കാറുണ്ട്. അത് ഈ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ചാണ്. അപ്പോൾ ചില പരാതികൾ അത് അദ്ദേഹത്തിനുണ്ട്. അത് എന്താണ്, അത് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴിയായിട്ടാണ്, ഒരു ചർച്ചയ്ക്കൊക്കെ ഒരു വഴി തുറക്കുക എന്നുള്ള രീതിയിലുമാകാം. എന്തായാലും ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഈ ഡോക്ടർ ശശി തരൂരിന്റെ വശം പറയുന്ന കോൺഗ്രസിലുള്ള ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ചർച്ചകൾ നടക്കട്ടെ.